നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണം പിടിച്ചെടുക്കാനാകും BJP ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ ADV ന്യൂസിനോട് പറഞ്ഞു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. BJP ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പുനലൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടി BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണങ്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് അറക്കൽ, ഇടമുളക്കൽ പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും റംസാൻ റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു. ഇത്തിക്കരയാറ്റിൽ സ്ത്രീയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. ആയൂർ ഫാമിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാലത്തിലൂടെ കാൽനടയാത്ര പോലും ദുഷ്കരമായ വാർത്ത ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് MLA മുല്ലക്കര രത്നാകരൻ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണം പിടിച്ചെടുക്കാനാകും BJP ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ ADV ന്യൂസിനോട് പറഞ്ഞു. O രാജഗോപാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് പാർട്ടിയും O രാജഗോപാലും തീരുമാനിക്കുമെന്നും അരുവിക്കര തെരഞ്ഞെടുപ്പ് ഫലം O രാജഗോപാലിനെ ജനങ്ങൾക്ക് ആവശ്യമാണെന്നതിന് തെളിവാണെന്നും കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാനാകും BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നും BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ ADV ന്യൂസിനോട് പറഞ്ഞു. എടുക്കാൻ കഴിയില്ല. അതിൽ ഒന്ന് പാർട്ടി തീരുമാനം എടുക്കണം, രണ്ട് രാജേട്ടൻ തീരുമാനം എടുക്കണം. തീർച്ചയായിട്ടും രാജേട്ടനെ പോലെ ജനപ്രതികളാവണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. അതിൻ്റെ ഒരു തെളിവാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു സത്യസന്ധനായ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അരുവിക്കരയിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ജനപിന്തുണ അത്തരത്തിൽ ചിന്തിക്കാൻ വക നൽകുന്നതാണ്. അല്ല, ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് 70+ മിഷനായിട്ടാണ് ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളതല്ല, ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഒന്നിപ്പോൾ പറയാൻ പറ്റില്ല. ചലച്ചിത്ര താരങ്ങൾ, പൊതുപ്രവർത്തകർ, ഒരുപാട് ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ പൊതുപ്രവർത്തകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, മറ്റ് ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയറായി വരുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകളെയും പരീക്ഷിക്കാൻ ശ്രമിക്കുക. അല്ല, ഇപ്പോൾ കേരളം പിടിക്കുക എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് 14 സീറ്റും അവിടുത്തെ 9 സീറ്റും വെച്ചുകൊണ്ട് പിടിക്കാക്കില്ലല്ലോ. അപ്പോൾ എല്ലാ ജില്ലയിലും എല്ലാ നിയോജകമണ്ഡലത്തിലും അതിന് താല്പര്യപൂർവ്വം ശ്രമങ്ങൾ ആരംഭിക്കും. തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകൾ മാത്രമല്ല മറ്റ് ജില്ലകളിലും BJP ശക്തി തെളിയിക്കുമെന്നും JR പത്മകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാലത്തിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമായ വാർത്ത ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് MLA മുല്ലക്കര രത്നാകരൻ ഇടപെട്ട പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിച്ചു. ADV ന്യൂസ് ഇമ്പാക്ട്. ചടയമംഗലം ജംഗ്ഷനിലെ സംസ്ഥാന ഹൈവേ കടന്നു പോകുന്ന പാലത്തിലൂടെ കാൽനടയാത്രികർ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന സാഹചര്യം ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ADV ന്യൂസ് വാർത്തയെ തുടർന്നാണ് ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ച കാൽനടയാത്രികർക്കായി നടപ്പാലം നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. ADV ന്യൂസ് വാർത്തയെ തുടർന്ന് ടെലിഫോണിൽ സംസാരിച്ചപ്പോഴാണ് മുല്ലക്കര നടപടിയെക്കുറിച്ച് വിശദീകരിച്ചത്. ഈ ചടയമംഗലം ജംഗ്ഷനിൽ തന്നെ യാത്രയുടെയും കാൽനടയുടെയും ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഈ ചടയമംഗലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് ഇപ്പുറത്തുള്ള ചടയമംഗലം പാലം. അത് KSTP കൊണ്ടും PWD കൊണ്ടും അവരുടെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് ചെയ്യിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ്. അതിനുവേണ്ടി ധാരാളം മീറ്റിങ്ങുകൾ, മന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ചർച്ചകളെല്ലാം നടത്തിയതാണ്. പരാജയപ്പെട്ടപ്പോഴാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ കൊടുത്ത് ആ റോഡിന് ഒരു നടപ്പാലം ഉണ്ടാക്കാൻ, അങ്ങനെ ചടയമംഗലത്ത് വരുന്ന ഇപ്പോഴുള്ള ഗതാഗത ബുദ്ധിമുട്ടും യാത്രക്കാര്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും രോഗികൾക്കും ഒക്കെ നടന്നു പോകാനുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്
കെല്ലുകാരാണ് ആ വർക്ക് എടുത്തിരിക്കുന്നത്. അതിന്റെ മറ്റ് തടസ്സങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ ആ വർക്ക് തുടങ്ങി പൂർത്തിയാക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നടപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും രോഗികൾക്കുമടക്കം നടപ്പാലത്തിലൂടെ ഭയമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. BJP ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പുനലൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടി BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പുനലൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടി BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ മഹാസമ്പർക്ക അഭിയാൻ ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിൽ ഇന്നു മുതൽ ഈ മാസം 19-ാം തീയതി വരെ ഒരു സമ്പർക്ക യജ്ഞം എന്നുള്ള നിലയിൽ ഒരാഴ്ച ആചരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കന്മാർ 140 നിയോജക മണ്ഡലത്തിലും എത്തി നേരത്തെ പാർട്ടിയുടെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി മെമ്പർ ആയ ആളുകളെ വീണ്ടും അവരെ സമ്പർക്കം ചെയ്യുകയും അവരെ സംബന്ധിച്ച് നേരത്തെ ഒരു ടോൾ ഫ്രീ നമ്പറിൽ അവർ മിസ്ഡ് കോൾ അടിച്ച് മെമ്പറായി ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായി കഴിഞ്ഞു. അവരെ ഇനി കൂടുതൽ മനസ്സിലാക്കുവാനും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അഭിരുചി, അവരുടെ തൊഴിൽ, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ മേഖല, ഇത് അവരുമായൊരു സമ്പർക്കത്തിലൂടെ അത് നമ്മളൊരു രേഖയായി എടുത്തുകൊണ്ട് വീണ്ടും വേറെ ടോൾ ഫ്രീ നമ്പറിൽ അവരെ മെമ്പർഷിപ്പ് തുടരുന്നതിന് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായിട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ടോൾ ഫ്രീ നമ്പറിലേക്ക് അവർ വീണ്ടും മിസ്ഡ് കോൾ അടിച്ച് അവരെ ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പറായി ഉറപ്പിച്ച് അവരെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മഹാസമ്പർക്ക യജ്ഞം കേരളത്തിൽ, ഇന്ത്യയിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്നത്. ജൂലൈ 30-നകത്ത് മുഴുവൻ ആളുകളെയും ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പറായിട്ടുള്ള മുഴുവൻ ആളുകളെയും വീണ്ടും കാണുകയും എന്നൊരു വലിയ മഹത്തായ പദ്ധതിയുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 23,000-ഓളം മെമ്പർമാർ നേരത്തെ മെമ്പറായി കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഒന്നുകൂടി കാണുകയും അവരെ ഈ തരത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കി വീണ്ടും അവരുടെ BJPയിലേക്ക് സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു നടപടി എന്നുള്ള നിലയിൽ ഈ അഞ്ചൽ പഞ്ചായത്തിൽ ഈ പ്രദേശത്തെത്തുകയും ഇവിടെയുള്ള നമ്മുടെ പാർട്ടി നേരത്തെ മെമ്പറായിട്ടുള്ള ആളുകളെ ഇവിടുത്തെ ബൂത്ത് പ്രസിഡൻ്റെയും മണ്ഡലം പ്രസിഡൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരോടൊപ്പം ചെന്ന് കണ്ട് അവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു ദൗത്യമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി വളരെ ലക്ഷ്യം വെച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വളരെ കാര്യഗൗരവമായിട്ട് ഈ പഞ്ചായത്തിൽ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ UDFനെയും ഒക്കെ പുറന്തള്ളിക്കൊണ്ട് ഏറ്റവും വലിയൊരൊറ്റ കക്ഷിയായി മാറണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ മഹാസമ്പർക്ക യജ്ഞത്തിലൂടെയും അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുന്നത്. BJP മണ്ഡലം പ്രസിഡന്റ് B പ്രകാശിന് പുതിയ മെമ്പർഷിപ്പ് നൽകിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, ജനറൽ സെക്രട്ടറി വടമൺ ബിജു, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി പത്മകുമാരി, വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി സജീഷ് വടമൺ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി കളീക്കൽ, സെക്രട്ടറി ഗണേഷ്, അനിൽകുമാർ, സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കണ്ണങ്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക പത്രപ്രവർത്തന മേഖലകളിലെ വിവിധ പ്രമുഖർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഞായറാഴ്ച വൈകിട്ടാണ് അഞ്ചൽ കണ്ണങ്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് സലീം മൂലയിൽ അധ്യക്ഷത വഹിച്ച ഇഫ്താർ സംഗമം വെൽഫെയർ പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ഫാദർ എബ്രഹാം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലളിതമായ രീതിയിൽ ഭംഗിയായിട്ടത് പറയുകയുണ്ട്. അദ്ദേഹം നന്മ തിന്മ എന്ന 2 വാക്കുകൾ ഉപയോഗിച്ചു. ഞാൻ ആ 2 വാക്കുകൾ നന്മ തിന്മ എന്നുള്ളതിനെ അബ്ദുൽ ഖാദർ മൗലവി ഇഫ്താർ സന്ദേശം നൽകി. ഒരുപാട് ആരാധനാക്രമങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ
അവർ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മുസ്ലിം സമൂഹത്തിന് 5 നേരം നിർബന്ധമായ നമസ്കാരം, വർഷത്തിലൊരിക്കൽ തങ്ങളുടെ വരുമാനത്തിൻ്റെ കണക്കനുസരിച്ചുള്ള സക്കാത്ത്, ജീവിതത്തിലൊരിക്കൽ അള്ളാഹുവിൻ്റെ ഭവനം സന്ദർശിച്ചുകൊണ്ടുള്ള ഹജ്ജ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KG സാബു, അനീസ മനാഫ്, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പ്രദീപ് കണ്ണങ്കോട്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ താജുദ്ദീൻ കുട്ടി, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, അഞ്ചൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മോഹൻകുമാർ, സെക്രട്ടറി ബാലചന്ദ്രൻ, ട്രഷറർ ജിനേഷ്, ADV ന്യൂസ് ചീഫ് എഡിറ്റർ അഭിജിത്ത്, റിപ്പോർട്ടർമാരായ വിമൽ കുമാർ, ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇത്തിക്കരയാറ്റിൽ സ്ത്രീയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. ആയൂർ ഫാമിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ആയൂർ ഫാമിന് സമീപം ഇത്തിക്കരയാറിലാണ് 4 ദിവസത്തോളം പഴക്കം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് പ്രദേശവാസികൾ മൃതദേഹം കണ്ടത്. തുടർന്ന് ചടയമംഗലം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ചടയമംഗലത്ത് നിന്നും പോലീസ് എത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചടയമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ, ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും, കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ.
എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. വാർത്തകൾ തുടരുന്നു. പനച്ചുള്ള പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസിന്റെ ഭാഗമായി പരീക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ പനച്ചിവിള പബ്ലിക് ലൈബ്രറിക്ക് അനുവദിച്ച കരിയർ ഗൈഡൻസിന്റെ ഭാഗമായി വിവിധ പരീക്ഷകൾക്കുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് കുട്ടി ക്ലാസ് നയിച്ചു. SLC +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് പ്രയോജനപ്രദമാണെന്ന് K. ബാബു പണിക്കർ പറഞ്ഞു. ഈ ലൈബ്രറിയുടെ മികച്ച പ്രവർത്തനത്തെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പരിഗണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കരിയർ ഗൈഡൻസ് സെൻ്ററായി ഇതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള അനുമതി തന്നിട്ടുണ്ട്. അത് വരുന്ന 5 വർഷക്കാലം കരിയർ ഗൈഡൻസ് സെൻ്ററിൻ്റെ പ്രവർത്തനം ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദമാണ് തന്നിട്ടുള്ളത്. അതിനുശേഷം അതിനൊരു ചെറിയ ഫണ്ടിൻ്റെ സഹായമെല്ലാം ഉണ്ട്. അതിനുശേഷം പിന്നീട് സഹായമില്ലാതെ തന്നെ കരിയർ ഗൈഡൻസ് നടത്തണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇടമുളയ്ക്കലും സമീപ പ്രദേശങ്ങളിലും എല്ലാം ഉള്ള SLC +2 പാസ്സായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അപ്പോൾ ഉപരിപഠനത്തിനും പിന്നെ ജോലി നേടുന്നതിനും അടക്കമുള്ള പിന്നെ അറിവ് പകർന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടിക്കാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുന്നവർക്കും അതുപോലെ ഉദ്യോഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഒരു ആശാകേന്ദ്രമായി ഈ സ്ഥാപനത്തെ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും സഹകരിക്കാൻ കഴിയുന്ന ഒരു സംരംഭം ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണെന്ന് ഇവിടെ ഈ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. ഇത് ഉപയോഗപ്പെടുത്താൻ ഈ നാട്ടിലെ എല്ലാ നല്ല ആളുകളും പരിശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പനച്ചിവിള പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് K. ദേവരാജൻ, സെക്രട്ടറി V. സുന്ദരേശൻ, N. സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്റെ ജനയുഗം എന്റെ സഹപാഠി പദ്ധതി മുൻ MLA PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്റെ ജനയുഗം എന്റെ സഹപാഠി പദ്ധതി മുൻ MLA PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ ജനയുഗം എന്റെ സഹപാഠി ആ സ്കീം അനുസരിച്ച് ജനയുഗം പത്രം ഇന്ന് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. ഇന്ന് ധാരാളം മാധ്യമങ്ങളുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ അടക്കമുണ്ട്. ഈ മാധ്യമങ്ങൾ അടക്കം ധാരാളം മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന അവസരത്തിലാണ് ജനീകം പത്രം ആരംഭിക്കുന്നില്ല. ഈ പത്രം ഒരുപാട് മഹാരഥന്മാർ കൈകാര്യം ചെയ്ത പത്രമാണ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട കവി ONV കൊല്ലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിൽ ജനീകം പത്രം വിതരണം നടത്തിയിട്ടുണ്ട്. തിരുനെല്ലൂർ കരുണാകരനടക്കം മലയാറ്റൂർ രാമകൃഷ്ണനടക്കം PKB അടക്കമുള്ള ഒട്ടനവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേതൃത്വം നൽകിയ ഈ പത്രം നിങ്ങളും വായിക്കണം. അതിന് 10 കോപ്പിയാണ് ഇവിടെ ഞങ്ങൾ നൽകുന്നത്. ഇതിലെ എന്റെ സഹപാഠി എന്നുള്ള പേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ്. നിങ്ങളുടെ പാഠഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജ് നിങ്ങൾ വായിക്കണം. അറിവിന്റെ ലോകത്തിലേക്ക് നിങ്ങൾ മുന്നേറണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ പത്രത്തിന്റെ വിതരണം ഞാൻ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനയുഗം പത്രം PS സുബാൽ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവനും ചേർന്ന് വിതരണം ചെയ്തു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് K. ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ നൌഷാദ്, ഹെഡ്മാസ്റ്റർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മുസ്ലിം ലീഗ് അറക്കൽ, ഇടമുളക്കൽ പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും റംസാൻ റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു. തടിക്കാട് മാർക്കറ്റ് ജംഗ്ഷനിൽ ഞായറാഴ്ചയാണ് മുസ്ലിം ലീഗ് അറക്കൽ, ഇടമുളക്കൽ പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും റംസാൻ റിലീഫ് വിതരണവും സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ A. യൂനുസ് കുഞ്ഞ് XMLA പരിപാടി ഉദ്ഘാടനം ചെയ്തു.
മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അൻസറുദ്ദീൻ റിലീഫ് വിതരണം നടത്തി. എം.എ. റഹീം തടിക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തടിക്കാട് സെയ്ദ് മൗലവി, എ.എം. ജലാലുദ്ദീൻ, എ. യൂനിസുകുട്ടി, കെ.എ. കലാം, എം.എം. ജലീൽ, ഐ.എ. റഹീം, അബ്ദുൽ അസീസ്, ജലാലുദ്ദീൻ തടിക്കാട്, ഹംസ തടിക്കാട്, ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബി.ജെ.പി. ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പുനലൂർ നിയോജക മണ്ഡലത്തിൽ 2ാം ഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടി ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി ജെ.ആർ. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണങ്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് അറക്കൽ, ഇടമുളക്കൽ പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും റംസാൻ റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു. ഇത്തിക്കരയാറ്റിൽ സ്ത്രീയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. ആയൂർ ഫാമിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാലത്തിലൂടെ കാൽനടയാത്ര പോലും ദുഷ്കരമായ വാർത്ത. ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് MLA മുല്ലക്കര രത്നാകരൻ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.